ഓക്കെ, നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കാനാണ്. ഇപ്പം പുതിയ അപ്ഡേഷൻ നമ്മുടെ നേരത്തെ ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ ബിൽഡപ്പ് ബേസ് ഈ രണ്ട് സെക്ഷനായിട്ടല്ല, അത് ഒരു ടൈപ്പായിട്ടായിരുന്നു. ഇപ്പോൾ പുതിയ അപ്ഡേഷനിൽ വെച്ചാൽ പുതിയെന്ന് പറയുന്നത് നിയർലി എനിക്ക് തോന്നുന്നു 3 മന്തൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നു. ഈ ഒരു 2 ബേസ് ടൈപ്പുള്ള ഒരു അപ്ഡേഷനാണ്. അപ്പോൾ ഇതിൽ പറയാനുള്ളത്, നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പം നമ്മുടെ ഒപ്പോണൻറ്റ് അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പാരലായിട്ട് നമ്മുടെ ഒപ്പോണൻറ്റ് അറ്റാക്ക് ചെയ്യും. ആ ഒപ്പോണൻറ്റ് അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു നമുക്ക് കിട്ടുന്ന റിവാർഡാണ് നമുക്കിവിടെ വരുന്നത്. ഓൾസോ നമുക്കിതിൻ്റെ കാണാം അറ്റാക്ക് ലോഗും ഡിഫൻസ് ലോഗും ഇൻബോക്സും ഉണ്ട്. ഓക്കെ, ഇത്രയാണ് ഇവിടെ. പുതിയ അപ്ഡേഷൻ നമുക്ക് നേരത്തെ ബിൽഡർ ഹാൾ 9 വരെയായിരുന്നു. നമുക്കിപ്പോൾ ബിൽഡർ ഹാൾ 10 പുതിയ അപ്ഡേഷനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹോം വില്ലേജ് ഇതാണെങ്കിൽ ഞാൻ ഇവിടെ ടൗൺ ഹാൾ 14 ആയിരിക്കുന്നത്. അപ്പോൾ ടൗൺ ഹാൾ 14 ആണ് നമുക്ക് പെറ്റ് ഹൗസ് കിട്ടുന്നത്. കറസ്പോണ്ടിങ് നമുക്ക് നമ്മുടെ ഹീറോസുമായിട്ട് അവർ പെയർ ചെയ്യാവുന്നതാണ്. അപ്ഡേഷൻ കുറേ ഉണ്ട്. ഇതാണ് എൻ്റെ ബേസ്. ഇത് ഡെലിക്കേറ്റഡ് ബേസാണ്. ഓക്കെ, അറ്റാക്കിങ് ഒന്നുമില്ല, ജസ്റ്റ് ഞാൻ ബേസിലൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് എൻ്റെ എക്സ്ബോസൊക്കെ ലെവൽ 9 ആക്കുക. എക്സ്ബോ എല്ലാം അപ്പം ആദ്യമേ നമുക്ക് ഷോർട്ട് ടൈം ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ സ്കാറ്റർ ഷോട്ട്, പിന്നെ നമ്മുടെ ഈഗിൾ ആർട്ടറി, ഇതെല്ലാം നമ്മൾ ആദ്യം അപ്ഗ്രേഡ് ചെയ്യണം. അതുപോലെ ഞാൻ ഒരു ടൈം ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ക്ലാൻ കാസ്റ്റിൽ, അതൊക്കെ നമ്മൾ ആദ്യമേ അപ്ഗ്രേഡ് ചെയ്യുന്ന സാധനമാണ്. സ്റ്റോറേജ്, എക്സ്പെഷ്യലി സ്റ്റോറേജ്, പിന്നെ ഇങ്ങനെ മൈൻസൊക്കെ നമ്മൾ ആദ്യമേ അപ്ഗ്രേഡ് ചെയ്യാൻ നമ്മൾ കൺസേൺ ചെയ്യുക. പിന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ വിസാർഡ് ടവറിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പം നമ്മൾ വിസാർഡ് ടവർ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യമില്ലെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ ലാസ്റ്റ് മീനായിട്ട് നമ്മൾ ഇട്ടാൽ മതി. ആൻഡ് ഓൾസോ നമുക്ക് ക്യാനോൺ ഉണ്ട് ആൻഡ് ആർച്ച് ടവർ ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് വലിയ ഉപകാരമല്ല, വലിയ അതിൽ നമുക്ക് നോക്കിയാൽ അപ്ഗ്രേഡ് ചെയ്യുമ്പം നമുക്ക് ഹിറ്റ് പോയിന് ഡാമേജും കൂടുതലൊന്നും കൂടുന്നില്ല. അപ്പോൾ സോ നമ്മൾ ആദ്യമേ ഇൻഫേർണോ ടവർ അങ്ങനത്തെ ഉള്ള ടേംസ് കുറവുള്ള എന്ന് വെച്ചാൽ നമുക്ക് ക്യാനോണ് മോട്ടോറൊക്കെ നമുക്ക് 4ഉം 5ഉം, ആർച്ച് ടവർ ആണെങ്കിൽ 7, 8 ഒക്കെ ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ള നമ്പേഴ്സുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാൻ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാവാം. ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്ക് ഓരോ വീഡിയോയിലായിട്ട് നമുക്ക് കൂടുതൽ അപ്ഡേഷൻസും അറ്റാക്കിങ് സ്ട്രാറ്റജീസും ഞാൻ കാണിച്ചു തരാം. സോ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഈ ബേസ് ഒന്ന് പരിചയപ്പെടുത്തുന്ന മാത്രമേ ഉള്ളൂ. സോ ഓരോ വീഡിയോയിലും നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.